ഉണ്ണി നന്നായി. ഹലോ, അപ്പം നമ്മളിപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണല്ലോ ഈ സ്ക്രഞ്ചീസ് പറയണത്. അപ്പോൾ അത് നല്ലൊരു ഭംഗിയുള്ളതാണ്. അപ്പോൾ ഞാൻ കോളേജിലേക്കും സ്കൂളിലേക്കൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയ വാച്ചിൻ്റെ ഒരു ടൈപ്പ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഇത് ചെയ്യണം വിചാരിക്കുന്നു. അപ്പോൾ ഉണ്ണിയുടെ ഒരു പഴയ വാച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിലെന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ ആയിരുന്നു. അപ്പോൾ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അത് പൊട്ടിപ്പോയി വാച്ച്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചതാണ് കേട്ടോ. രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഭാഗം തീരെ വേണ്ട, അപ്പം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു റബ്ബർ ടൈപ്പ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ കുട്ടികളും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സ്ക്രഞ്ചീസ്. അപ്പോൾ നല്ല ഭംഗിയല്ലേ, കയ്യിൽ വളരുന്നതിന് പകരം ഇത് യൂസ് ചെയ്യാണ്ട് നല്ല ഭംഗിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതിടുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ക്ലോത്ത് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കോളേജിലേക്കും സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇട്ടിട്ട് പോവാം കേട്ടോ. നമുക്ക് ഇനി അടുത്തതായിട്ട് വേണ്ട ഒരു ക്ലോത്താണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ചുരിദാറിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന ഒരു ക്ലോത്താണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുള്ള ക്ലോത്തൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. എന്നിട്ട് അതിൻ്റെ നടുവൊന്ന് മടക്കിയിട്ട് കുറച്ച് വീതിയിൽ നമ്മളുടെ കൈയിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നല്ല വീതിയാണെന്ന് വെച്ചാൽ ഒന്നും കൂടി നല്ല ഭംഗിയാവും. ഞാൻ ഇത്തിരി വീതി കമ്മിയായി എടുത്തു. ലാസ്റ്റ് ഇട്ടപ്പോഴായിരുന്നു കേട്ടോ തോന്നിയത് കുറച്ചും കൂടി വീതി എടുക്കായിരുന്നു. അപ്പോൾ നമ്മളുടെ കൈയിൻ്റെ എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഇതെടുത്താൽ മതി കേട്ടോ. ഞാൻ അപ്പം മെഷർമെൻറ്റ് ചെയ്ത പോലെ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് സൂചി നൂല് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തുന്നിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ സൈഡൊന്ന് തുന്നി എടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ അത് വേഗം തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മെഷീനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വേഗം ചെയ്യാൻ പറ്റുന്നതാണ് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ കേട്ടോ. എന്നിട്ട് ഒരു എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് വേണ്ടത് എലാസ്റ്റിക്കാണ്. അത് നമ്മളുടെ കൈയിൻ്റെ എത്ര വേണോ അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ വാച്ചിൻ്റെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ഇട്ടുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ ആദ്യം ഒന്ന് തുന്നി കൊടുക്കണം കേട്ടോ. ഇത് കൂടെ ഇട്ടിട്ടൊന്ന് തുന്നി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മൾ തുന്നി വെച്ച ക്ലോത്ത് ഉണ്ടല്ലോ അതൊന്ന് മറക്കണം കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ബാക്ക് സൈഡല്ല ഇപ്പോൾ തുന്നിയത്, അതിന് ശേഷം ഒന്ന് മറക്കണം. അതാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്. അപ്പം ഞാൻ ഈ എൻ്റെ കയ്യിലുണ്ടായിരുന്ന നെയിൽ പ്ലക്കർ ഉണ്ടായിരുന്നു. പ്ലക്കറിൻ്റെ ഒരു ഭാഗമൊക്കെ വെച്ചിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തിരിക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് തിരിച്ചതിന് ശേഷം നമ്മളുടെ കൈയിൻ്റെ ഇങ്ങനെ അളവെടുത്തിട്ട് എലാസ്റ്റിക് നല്ല ടൈറ്റായിട്ട് നമ്മളുടെ കൈക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട്, എലാസ്റ്റിക് അല്ല അപ്പം നല്ല ലൂസായിട്ട് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് അളവെടുത്തതിന് ശേഷം അത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡ് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തല്ലോ. അതിന് ശേഷം ആ ക്ലോത്ത് എലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. അത് കുറച്ച് പിന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ്ടോ. അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത്. വാച്ചിൽ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നോർമലായിട്ട് നമ്മൾ ഡ്രസ്സിന് അനുസരിച്ചിട്ടുള്ള കളറിന് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ കോളേജിലേക്കും സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇട്ട് പോകാൻ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ളത് ചെയ്തിട്ട് നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ രണ്ട് സൈഡൊന്ന് എലാസ്റ്റിക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ അത് ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ വാച്ച് കെട്ടാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും, വാച്ചാന്ന് തോന്നില്ല. പിന്നെ വളയൊന്നും ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതിങ്ങനെ വാച്ച് കെട്ടിയിട്ട് എപ്പോഴും വാച്ച് കെട്ടി പോണവരിങ്ങനെ വെറൈറ്റി ആയിട്ട് ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള കളറിലും ഡ്രസ്സിൻ്റെ ബാക്കി പീസ് വരികയാണെന്ന് വെച്ചാൽ അത് വെച്ച് ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇട്ട് പോവുകയാണെന്ന് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നോക്കും വേഗം ഞാൻ ചെയ്ത് കഴിഞ്ഞു. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ കോളേജിലേക്കൊക്കെ പോകുമ്പോൾ ചെത്തി പോകാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. കുറച്ചും കൂടി വീതി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തിരിയും കൂടി ഭംഗി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. പക്ഷേ എൻ്റെ കൈക്ക് ഇത് പാകമാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഇങ്ങനത്തെ വല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്നതാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. ബൈ ബൈ.